നടക്കുന്ന സമയത്ത് കാട്ടിൻ്റെ ഉള്ളിൽ ഒരു ശിവലിംഗം കാണും. അപ്പൊ അതിൽ നല്ല പൂക്കളൊക്കെ വന്ന ഒരു ബ്രാഹ്മണൻ പൂക്കളും ഫലങ്ങളും ഒക്കെ അർപ്പിക്കുന്നത് കാണുമ്പോൾ മറിഞ്ഞിരുന്നാണ് ഈ തേനൻ ഇതൊക്കെ കാണുന്നത്. അപ്പൊ തേനൻ ഒരു കൗതുകം തോന്നും, ഇതാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ ദൈവം. എന്നാൽ ആ ദൈവത്തെ ഇന്നു മുതൽ ഞാനും ആരാധിക്കുകയാണ്. ഇദ്ദേഹം കഴിക്കുന്നതും ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള സാധനങ്ങളുമാണല്ലോ ഈ ദൈവത്തിന് നിവേദിക്കുന്നത്. എന്നാൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇനി മുതൽ ഈ ദൈവത്തിന് നിവേദിക്കും എന്ന് പറഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ ഈ ബ്രാഹ്മണൻ പോയതിനു ശേഷം ഇദ്ദേഹം വേട്ടയാടി പിടിച്ചുകൊണ്ട് വരുന്ന മൃഗത്തിന്റെ മാംസം കൊണ്ട് ഈ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യും. എന്നിട്ട് അദ്ദേഹത്തിന് അറിയാവുന്ന പോലെയൊക്കെ എൻ്റെ ദൈവമേ, എൻ്റെ അപ്പ, എൻ്റെ നാഥ എന്നൊക്കെ വിളിച്ചിട്ട് നാമൊന്നും ജപിക്കാൻ അറിയില്ല, എന്തൊക്കെയോ പിച്ചും പെയ്യും ഭഗവാനോട് അന്ന് നടക്കണ കാര്യങ്ങളൊക്കെ പറയും. പിറ്റേ ദിവസം ബ്രാഹ്മണൻ വന്ന് നോക്കുമ്പോ താൻ നല്ല പൂവും നല്ല നേദ്യങ്ങളും ഒക്കെ അർപ്പിച്ചിരിക്കുന്ന ശിവലിംഗത്തില് നിറയെ മാംസവും ബ്ലഡും ഒക്കെ രക്തമൊക്കെ കിടക്കണം. ഇതാരാ ഈ വൃത്തികേട് ചെയ്യണത്, അവൻ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ ദിവസവും ഈ തേനനെ ശപിക്കും. അങ്ങനെ ഒരു ദിവസം ബ്രാഹ്മണൻ ഒളിഞ്ഞിരിക്കുകയാണ് രാത്രി. ഈ വൃത്തികേട് ആരാ ചെയ്യുന്നത്? തേനനാണെങ്കിലോ ദിവസവും ഭഗവാന് മാംസം കൊണ്ട് പ്രസാദമായിട്ട് സമർപ്പിച്ച് അന്നന്ന് നടക്കുന്ന കാര്യങ്ങള് അദ്ദേഹത്തോട് പ്രാർത്ഥിച്ച് അവിടെ കിടന്ന് ചിലപ്പോൾ അങ്ങ് ഉറങ്ങും. എന്നിട്ട് രാവിലെ വേട്ടയാടാൻ പോകണം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് വൈകുന്നേരം വേട്ടയാടി വന്ന് ഭഗവാന് ഭക്ഷണം സമർപ്പിച്ച് അതിലൊരു ഭാഗം കഴിച്ച് അവിടെ കിടന്ന് ഉറങ്ങാന്നുള്ളതായിരുന്നു. അങ്ങനെ അദ്ദേഹം കുറെ കഴിഞ്ഞപ്പോ ബ്രാഹ്മണൻ നോക്കുമ്പോ രാത്രിയായപ്പോ തേനൻ വരുന്നുണ്ട് കുറേ മാംസവും കൊണ്ട്. എന്നിട്ട് എന്താ, ശിവലിംഗത്തിൽ ഇത് സമർപ്പിക്കാൻ പോകുമ്പോ തേനൻ നോക്കുമ്പോ ശിവന്റെ ഒരു കണ്ണിങ്ങനെ രക്തം ഒലിക്കുകയാണ്. അപ്പൊ തേനൻ പറയും, എൻ്റെ നാഥ, എൻ്റെ ഭഗവാനെ, ദൈവമേ, എന്ത് പറ്റി അങ്ങേക്ക്? അങ്ങയുടെ കണ്ണിന്ന് ഇങ്ങനെ രക്തം വരുന്നുണ്ടല്ലോ, കണ്ണിന്റെ കാഴ്ചശക്തി പോയോ? എന്നാ അതാ തേനൻ ഇതാ എൻ്റെ കണ്ണ് അങ്ങേക്ക് തരികയാണെന്ന് പറഞ്ഞിട്ട് ഒരു ശരം കൊണ്ട് കണ്ണ് കുത്തിയെടുത്ത് ആ ശിവലിംഗത്തിൽ വെച്ച് ഒട്ടിച്ചു എന്നാ പറയണേ. അപ്പൊ ബ്രാഹ്മണൻ ഇത് കണ്ട് അത്ഭുതപ്പെടും. ഈശ്വര, ഭഗവാന് വേണ്ടിയിട്ട് സ്വന്തം കണ്ണു കൊടുക്കേ. ആളിങ്ങനെ തൊഴുകൈകളോടെ ആദ്യം ഇയാളെ ശപിക്കാനും ഇയാളെ ഈ തേനനോട് കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ബ്രാഹ്മണന്. പക്ഷേ ഇത് കണ്ടപാടെ അദ്ദേഹം കൈകൂപ്പി നിന്നുപോകും തേനനെ കാണുമ്പോ. അത് കഴിഞ്ഞതിന് ശേഷം തേനൻ നോക്കുമ്പോൾ അടുത്ത കണ്ണും രക്തം ഒലിക്കുക. ഒരു കണ്ണിലെ രക്തം ഒലിക്കുന്നത് സ്വന്തം കണ്ണ് കൊടുത്ത് മാറ്റിയപ്പോ അടുത്ത കണ്ണിൽ നിന്നും രക്തം ഒലിക്കാൻ തുടങ്ങി. അപ്പൊ തേനൻ എന്താ ചെയ്ത്, ഭഗവാനെ, എന്നാ എന്റെ രണ്ടാമത്തെ കണ്ണും ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നോക്കുമ്പോ എന്റെ ഈ കണ്ണ് കുത്തിയെടുത്താല് ഭഗവാൻ എവിടെയാ കണ്ണ് വെക്കുക? ആ സ്ഥാനം തെറ്റിപ്പോവല്ലോ. അപ്പൊ ഒരു കാലുകൊണ്ട് ആ ശിവലിംഗത്തിൽ ഇങ്ങനെ പൊത്തിപ്പിടിച്ചു, ആ കറക്റ്റ് സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി. ആ കറക്റ്റ് രണ്ട് കണ്ണും ഒരേ പൊസിഷനിൽ വേണമല്ലോ. അപ്പൊ എവിടെയാണോ കണ്ണ് വെക്കേണ്ടത് ആ സ്ഥാനം നോക്കി കാലുകൊണ്ട് ശിവലിംഗത്തിൽ ചവിട്ടിപ്പിടിച്ചു എന്നാ പറയണേ. എന്നിട്ട് മറ്റേ കണ്ണ് ശരം കൊണ്ട് കുത്താൻ വരുമ്പോഴേക്കും മഹാദേവൻ പ്രത്യക്ഷപ്പെടും. ഹേ തേന, നിന്റെ ഭക്തിയില് ഞാൻ തോറ്റുപോയിരിക്കുകയാണ്. മാംസം കഴിച്ച് ജീവിക്കണ കാടന്റെ സ്വഭാവമുള്ള നാമം പോലും ജപിക്കാൻ അറിയാത്ത താമസ ഗുണസ്ഥനായിട്ടുള്ള ഒരാള്. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധാണ്. ഭാവഗ്രാഹിയായ ഭഗവാൻ നമ്മുടെ മനസ്സിന്റെ ഭാവമാണ് നോക്കുക. നമ്മള് എന്ത് വിലയേറിയ വസ്തു സമർപ്പിക്കണമെന്നല്ല നോക്കുക, ആ മനസ്സില് ഭഗവാനോടുള്ള സ്നേഹം, അതിന്റെ ശുദ്ധത, അതിന്റെ ആ പവിത്രതയാണ് ഭഗവാൻ നോക്കുക. അപ്പൊ ഭഗവാന് അദ്ദേഹം ഏറ്റവും വലിയ ഭക്തനായി മാറി. എന്നിട്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ തിരിച്ചു കൊടുത്തു. മാത്രല്ല, നീ ഇനി മുതൽ കണ്ണപ്പ നായനാർ എന്ന പേരിൽ അറിയപ്പെടും. ശിവൻ ഭക്തന്മാരില് പ്രധാനികളാണ് 69 നായനാർമാർ. നമ്മൾ ചിദംബര ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാല് ഇങ്ങനെ നിറഞ്ഞിങ്ങനെ 69 വിഗ്രഹങ്ങൾ കാണാം. ശിവന്റെ ചരിത്രങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ള, ശിവന് വേണ്ടി സമർപ്പിച്ച് ജീവിച്ചിട്ടുള്ള ഭൂതഗണങ്ങളുടെ പുനർജന്മാണ് എന്നാണ് പറയുന്നത്. ഭൂമിയിലെ ജന്മാണ് അവരൊക്കെ താമസ രാജസ ഗുണങ്ങളിലാണ് ജനിച്ചിരിക്കുന്നത്. പക്ഷേ അവരൊക്കെ തൻ്റെ ഭക്തിയിലൂടെ തങ്ങളുടെ ജീവിതത്തിലൂടെയൊക്കെ ഭഗവാനിലേക്ക് എത്തി. അതെങ്ങനെയാണ് ആ ഭക്തിയിലേക്ക് എത്തേണ്ടതെന്ന് കാണിച്ചു കൊടുത്ത ആളുകളാണ് നായനാർമാർ എന്നാണ് പറയുന്നത്. 69 നായനാർമാരുണ്ട്.